യെസ് നമുക്കെന്നാ പറയാം. ഒരു മിനിറ്റ്. ഏതായാലും ഒരു കാര്യമുണ്ട്. RLC എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അക്യുമുലേറ്റർ ഉണ്ട്, ക്യാരി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓപ്പറേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും ചോദിച്ചാൽ, ഇതിങ്ങനെ വന്ന് ഇവിടെ ചെന്ന് ചേരും, ഇതിവിടെ വന്ന് ഇവിടെയും കയറും. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ എല്ലായിരിക്കുന്ന സമയത്താണ് അക്യുമുലേറ്റർ വന്നിട്ട് അക്യുമുലേറ്ററിന്റെ MSB വന്ന് ക്യാരി കയറും, ക്യാരി എന്നിട്ട് LSB കയറും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, MSB ആണ് LSB കയറുന്നത്, MSB തന്നെയാണ് ക്യാരിയിലോട്ട് ചെല്ലുന്നത്. RLC ആയിരിക്കുമ്പോൾ. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. MBA 10H എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആദ്യത്തെ വാല്യൂ ഉണ്ടാകാൻ പോകുന്നത് അക്യുമുലേറ്ററിലേക്ക് വാല്യൂ വന്നു. എത്രയാണ്? 0001 0000. ഡൗട്ട് ഉണ്ടോ? ആണ് ഇത്, ഹെക്സാഡെസിമലാണ്. ഇത് ക്ലിയർ ആണ്. രണ്ടാമത്തെ B എന്ന് പറയുന്ന വാല്യൂ എന്ത് തന്നെയാണ്? 0001 0000. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത് ക്ലിയർ അല്ലേ ഐശ്വര്യ? ഇവിടം വരെ ഓക്കെ ആണ്. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, NOP ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ആഡ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് അക്യുമുലേറ്ററുമായിട്ട് ബിയുമായിട്ട് ആഡ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? 1 1 ആഡ് ചെയ്ത് നമുക്ക് കിട്ടി 00100000. ഇവിടം വരെ ഓക്കെയാണ്. അടുത്ത RLC. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓപ്പറേഷൻ നടത്തണം. അക്യുമുലേറ്ററിന്റെ MSB അങ്ങോട്ട്, ഈ 0 വന്ന് എവിടെ കയറി? ഇവിടെ കയറി. ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ക്യാരിയുടെ വാല്യൂ ഈ 0 തന്നെ കിട്ടി, ക്യാരിയും 0 തന്നെ കിട്ടി. അപ്പൊ വാല്യൂ എന്തായിരിക്കും ചോദിച്ചാൽ, ഈ 0 ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആവും. ഇവിടം വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 01000000. ഇവിടം വരെ ഓക്കെ ആണോ? അപ്പൊ ഇവിടെ പിന്നെ അപ്പൊ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, RLC JNC ബാക്ക്, ജമ്പ് ഓൺ നോൺ ക്യാരി. ക്യാരി വല്ലതും ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, 0 ആണ്. അപ്പൊ നോൺ ക്യാരി ആയതുകൊണ്ട് എങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് കഴിഞ്ഞു. സെക്കൻഡ് വീണ്ടും വന്നു, NOP കയറി, ആഡ് ബി. അപ്പൊ ഇപ്പൊ ഉള്ള വാല്യൂ എത്രയാണ്? ഇതാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോഴത്തെ ബിയുടെ വാല്യൂ എന്താണ്? 10H ആണ്. നമ്മുടെ എയുടെ വാല്യൂ എന്താണ്? ഇതാണ് ഇപ്പൊ എ. ആർക്കും സംശയമില്ല. ബിയുടെ വാല്യൂ വീണ്ടും ഇതിന് മാറ്റമൊന്നുമില്ല, 10H തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? 0001 0000. അപ്പോൾ വാല്യൂ നേടും ചോദിച്ചാൽ 0101 000. ഇവിടം വരെ ഓക്കെ ആണോ? ആഡ് ബി ചെയ്തു. ഇനി RLC വീണ്ടും ചെയ്തു. RLC വീണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 101 0000. ഇവിടെ 0. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ഇത് ഇത്രയും പോർഷൻസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഈ 0 എവിടെ ചെന്ന് കയറി? ഇവിടെ ചെന്ന് കയറി. അതാ സംഭവിച്ചേക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണ്. ക്യാരിയും ഏത് തന്നെയായിരിക്കും? ഈ 0 തന്നെ ആയിരിക്കും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ജമ്പ് ചെയ്യും. വീണ്ടും ജമ്പ് ചെയ്ത് NOPയിലെത്തി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ ഇവിടം വരെ? അപ്പോൾ ഇവിടം വരെ വന്നു. അപ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ NOP ചെയ്തു, ആഡ് ബി കൊടുത്തു. ആഡ് ബി കൊടുക്കുന്ന സമയത്ത് 1011 0000. ഓക്കെ അല്ലേ? RLC ചെയ്യുന്ന സമയത്ത് ഈ സമയത്ത് ഇത് വന്ന് ക്യാരി കയറും. ക്യാരി ഇപ്പം എന്തായി? 1 ആയി. ഈ വാല്യൂ അങ്ങോട്ട് വരും, 0110 0001. ഇത് കാണുന്നുണ്ടോ നിങ്ങൾ? ഇത് ഓക്കെ അല്ലേ? ഈ പറഞ്ഞു വന്ന ആ 1 ക്യാരി വന്ന് കയറി. ആ 1 തന്നെയാണ്, ഈ 1 തന്നെയാണ് ഇവിടെ വന്ന് കയറാൻ പോകുന്നത്. അപ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. ഇവിടം വരെ ക്ലിയർ അല്ലേ? അപ്പൊ ഇപ്പൊ എന്തായി? ക്യാരി 1 ആയി. ആ സമയത്ത് നമുക്ക് എന്താവും? നേരെ ഹാർട്ടിലോട്ട് പോകും, നേരെ താഴോട്ട് പോകും. ശരിയല്ലേ? തിരിച്ചു പോകൂല. അപ്പൊ നമുക്ക് എത്ര പ്രാവശ്യം ഈ പറഞ്ഞ ബാക്കിലോട്ട് പോയി? 3 പ്രാവശ്യം. എല്ലാവർക്കും ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ബാക്കോ അല്ലെങ്കിൽ NOP എന്ന് പറഞ്ഞ ഓപ്പറേഷൻ എത്ര പ്രാവശ്യം നടന്നു നോക്കിയാൽ മതി. അപ്പൊ അത് നോക്കിയാൽ കാണാം 3 പ്രാവശ്യമാണ് നടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് ടൈംസ് ഓപ്പറേഷൻ NOP വിൽ ബി എക്സിക്യൂട്ടഡ്. അത് തന്നെ ചോദിച്ചേക്കുന്നത് അല്ലേ? ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് തന്നെ അവിടെ പറഞ്ഞു വരുന്നത്. ഇത് ഓക്കെ ആണോ? പറഞ്ഞു വന്നേ, പറയൂ. ഇത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്?
ബാക്കിയുള്ളവരോട് പറഞ്ഞ് ക്ലിയർ അല്ലേ ഇത്? ഓക്കെ അല്ലേ? നോക്ക്, ഇവിടെ നോക്ക്, നമുക്ക് NOP എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന ഐശ്വര്യ പറയേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ NOP വന്നു, അവിടുന്ന് ചെയ്തു, ഇവിടുന്ന് വന്നപ്പം ഫസ്റ്റ് ഇവിടെ എത്തി. ഇവിടെ നമ്മൾ എയും ബിയും കണ്ടു, അതിനുശേഷം ആഡ് ചെയ്തു. ആഡ് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു NOP വരുന്നുണ്ട്. ശരിയാണോ ഐശ്വര്യ? അതിനുശേഷം വീണ്ടും ഈ പറഞ്ഞു വന്ന ഇതായി, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്യുന്നതിന് മുന്നേ വീണ്ടും ഒരു NOP വരുന്നുണ്ട്. വീണ്ടും ആ വാല്യൂ ചെയ്തു, എന്നിട്ട് ഇവിടെ ആഡ് ചെയ്തപ്പോഴാണ് ഈ വാല്യൂ കിട്ടിയത്. അപ്പൊ ഇവിടെ ഒരു NOP വരുന്നുണ്ട്. അപ്പോൾ എത്ര പ്രാവശ്യം NOP വരുന്നുണ്ട്? 3 പ്രാവശ്യം NOP വരുന്നുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞു? എത്ര പ്രാവശ്യം NOP വരുന്ന ചോദിച്ചേക്കുന്നത്. അത്ര തന്നെയാണ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൂപ്പിന്റെ അകത്തെ NOPയോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് ചോദിച്ചാലും. അതാ നമ്മളന്ന് പറഞ്ഞ ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ലൂപ്പ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി, എത്ര പ്രാവശ്യം NOPയിലൂടെ കടന്നുപോയെന്ന് നോക്കിയാലും മതി. അത് തന്നെയാണ് ഹൗ മെനി ടൈംസ് ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകട്ടെ. പറഞ്ഞു, എല്ലാരും പറഞ്ഞു, മുന്നോട്ട് പോകട്ടെ. നിമിത ക്ലിയർ അല്ലേ ഇത്? ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? ഹാൻഡ് റൈസ് ചെയ്തോ വിജയറാണി? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്തായിരുന്നോ? ഓക്കെ ആണല്ലേ, മുന്നോട്ട് പോവാം നമുക്ക്. When a program being executed in an 8085 microprocessor, its program counter contains എന്തായിരിക്കും ഉണ്ടാകുന്നത്? ആദ്യം തൊട്ട് നമുക്ക് പറയാം. നമ്മുടെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് LXI-H1FFE എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടാൽ തന്നെ അറിയാം HL പെയർ ആണ്. HL പെയറിലേക്ക് എന്ത് വാല്യൂ വന്നു? 1FFE എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ലോഡ് HL പെയർ ഇമ്മീഡിയറ്റ് എന്നാണ് LXI എന്നുള്ളത്. അപ്പൊ HL പെയറിലോട്ട് ഏത് വാല്യൂ വന്നു? 1FFEH എന്ന് പറഞ്ഞ വാല്യൂ. ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് H എന്ന് കാണിച്ചേക്കും. ഈ പറഞ്ഞ, അല്ലെങ്കിൽ H വേണ്ട, അത് പറയണ്ട, 1FFE എന്ന് പറഞ്ഞ വാല്യൂ വന്നു. ക്ലിയർ ആണോ? അടുത്ത മൂവ് B,M. മൂവ് B,M എന്ന് പറഞ്ഞ M കണ്ടാൽ അറിയാം HL പെയറിലുള്ള ഏതോ ഒരു മെമ്മറി അഡ്രസ് ഉണ്ട്. ആ മെമ്മറി അഡ്രസ് ഏതാണ്? 1FFE ആണ്. അപ്പം 1FFE എന്ന് പറഞ്ഞ മെമ്മറിയിലുള്ള കണ്ടന്റ് ഏതാണോ അത് XX എന്ന് ഇടുകയാണെങ്കിൽ ആ കണ്ടന്റിനെ എങ്ങോട്ട് കൊണ്ടുവന്നു? ബിയിലോട്ട് കൊണ്ടുവന്നു. ഡൗട്ട് ഉണ്ടോ? മൂവ് B,M എന്ന് പറഞ്ഞാൽ M മെമ്മറിയാണ് ഉദ്ദേശിക്കുന്നത്. ആ മെമ്മറിയുടെ അഡ്രസ് കിട്ടണമെങ്കിൽ എവിടെ പോയി നോക്കണം? HL പെയർ നോക്കണം. HL പെയറിലുള്ള മെമ്മറി അഡ്രസ്സിലെ ഡേറ്റയെ എങ്ങോട്ട് കൊണ്ടുവന്നു? ബിയിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് INRL ചെയ്തു. INRL ചെയ്യുമ്പം ഈ പറയുന്ന HL പെയറിൽ എല്ലിന്റെ വാല്യൂ ഇപ്പൊ എന്താണ്? FE ആണ്. അതുകൊണ്ട് HL പെയറിന്റെ വാല്യൂ ഇപ്പൊ എന്തായി മാറും? 1FF എന്നാവും. കാരണം ഈയുടെ കൂടെ എന്തുകൂടെ ചെയ്തു? ഒരു 1 കൂടെ ആഡ് ചെയ്തു, INRL ചെയ്തപ്പോ. അപ്പോൾ HL ഇപ്പൊ എന്തായി? 1FFF എന്നായി. അപ്പൊ മൂവ് A,M. അപ്പൊ സംഭവിക്കാൻ പോകുന്ന എന്താ ചോദിച്ചാൽ 1FFF എന്ന് പറയുന്ന പൊസിഷനിൽ ഇപ്പം വാല്യൂ ഉള്ളത് 2Y ആണെങ്കിൽ ആ Y എങ്ങോട്ട് പോയി? അക്യുമുലേറ്ററിലേക്ക് പോയി. അതും ക്ലിയർ ആണ്, ആർക്കും സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ആഡ് B. അപ്പോൾ എന്ത്? XX-ഉം YYയോട് ആഡ് ചെയ്ത് നമുക്ക് എവിടോട്ട് വന്നു? അക്യുമുലേറ്ററിലേക്ക് തന്നെ ആ വാല്യൂ വന്നു. ഇത് ഉദാഹരണം പറയുകയാണെങ്കിൽ Z ആണെങ്കിൽ അത് അക്യുമുലേറ്ററിലേക്ക് വന്നു. ഇത്രയും ക്ലിയർ ആണ്. വീണ്ടും അടുത്ത ചോദിച്ചേക്കുന്ന ആഡ് B കഴിഞ്ഞിട്ട് INRL. ഈ FF എന്ന് പറയുന്ന വാല്യൂവിന്റെ മാത്രം വാല്യൂ എന്ത് ഇൻക്രീസ് ചെയ്യുള്ളൂ? 0 ആയി മാറും. ഇനി ഒരു കാര്യം പറയട്ടെ, ഇവിടെ ഈ FF 1 ആഡ് ചെയ്ത് 0 ആകുമ്പോൾ ഒരിക്കലും എന്തുണ്ടാവില്ല?
ഈ പറയുന്ന ഇപ്പുറത്തോട്ട് നമ്മുടെ ഈ പറയുന്ന ക്യാരിയോ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം INR എന്ന് പറയുന്നതിന് എന്തില്ല, ഓവർഫ്ലോ ഇല്ല, അല്ലെങ്കിൽ ക്യാരി ഇല്ല. അതുകൊണ്ട് തന്നെ വാല്യൂ വരാൻ പോകുന്ന എന്തായിരിക്കും ചോദിച്ചാൽ 1F00 ആയിരിക്കും. ഇനി മൂവ് M,A, വാല്യൂവിനെ എങ്ങോട്ട് കൊണ്ടുപോകാനാ പറയുന്നത്, എമ്മിലോട്ട് കൊണ്ടുപോകാൻ. എമ്മിൽ ഇപ്പോൾ ഉള്ള വാല്യൂ ഏതാണ്, 1F00 ആണുള്ളത്. അപ്പൊ ആ പറയുന്ന വാല്യൂ എങ്ങോട്ട് പോകും, അക്കുമുലേറ്ററിലെ വാല്യൂ ഇങ്ങോട്ടേക്ക് പോകും. 1F അത് ഇവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്. ആ 1FF0 എന്ന് പറയുന്ന 00 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് സെറ്റ് പോകും. എന്നിട്ട് XRA വീണ്ടും 0 ആക്കി വിട്ടു. ഓൺ ദ കംപ്ലീഷൻ ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് ഫൗണ്ട് ഇൻ 1F00. ആൻസർ C ആയിരിക്കും. ഓക്കെ ആണോ? പറഞ്ഞേ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? നമ്മൾക്ക് 20000 കിട്ടണമായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് INXO, ഇവിടെ ഈ പറഞ്ഞു വന്ന INR എല്ലിന് പകരം INXO വല്ലതും ആയിരുന്നെങ്കിൽ, എന്നിട്ട് H എന്ന വല്ലതും കൊടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 2000 കിട്ടുള്ളായിരുന്നു. പക്ഷെ ഇവിടെ പറയുന്ന എല്ലിനെ ഇൻക്രിമെന്റ് ചെയ്ത FF എന്തായി മാറും, 00 ആയി മാറും. അവിടെ ഒരു ക്യാരിയും ജനറേറ്റ് ചെയ്യത്തില്ല, 1F00 എന്ന് കിട്ടും. എല്ലാവർക്കും ഓക്കെ ആണിത്? ക്ലിയർ ആണ്? ബാക്കിയുള്ളവരുടെ പറഞ്ഞേ ക്ലിയർ ആണോ? സജന ക്ലിയർ ആണ്. ഐശ്വര്യ ക്ലിയർ അല്ലേ ഇത്? പറഞ്ഞേ ധന്യ ക്ലിയർ ആണ് അല്ലേ? ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? ക്രിസ്റ്റീന ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? പറഞ്ഞു മുന്നോട്ട് പോകട്ടെ.